പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51-ാം വാക്യം. അവന്റെ സ്വർഗാരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ ജെറുസലേമിലേക്ക് യാത്രയാകുവാൻ അവൻ മനസ്സ് ഉറപ്പിച്ചു. തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ നിന്ന് നമുക്കൊരു സന്ദേശം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിന് എന്താണ് തൻ്റെ മുൻപിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നല്ലൊരു ഏകദേശ രൂപം പിതാവായ ദൈവം തനിക്ക് മുമ്പേ വെളിപ്പെടുത്തി. ജെറുസലേമിലേക്ക് പോകുമ്പോൾ അവിടെ വരാൻ പോകുന്നതായ കഷ്ടങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊരാകത്തുക യേശുവിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ഒന്നറിയാം, താൻ യഹൂദന്മാരുടെ കയ്യാൽ കൊല ചെയ്യപ്പെടും, താൻ സകലരാലും ഉപേക്ഷിക്കപ്പെടും. വളരെയധികം കഷ്ടങ്ങൾ ജെറുസലേമിൽ തനിക്ക് സഹിക്കുവാനുണ്ട്. എല്ലാവരും തന്നെ കൈവിട്ടു പോകും. പരിഹാസത്തിനും ചമ്മട്ടിക്കും ദൂഷണത്തിനും അപമാനത്തിനും ഉപദ്രവത്തിനും ദേഹോപദ്രവത്തിനും താൻ ഏൽപ്പിക്കപ്പെടും എന്നൊക്കെ യേശുവിനറിയാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? പെട്ടെന്ന് അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ നോക്കും. വേറൊരു വഴിയായിട്ട് നമ്മൾ രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും മാറുവാൻ നോക്കും. പക്ഷെങ്കിൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നതായ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ താൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ മുൻപിൽ ജെറുസലേമിൽ താൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, അനുഭവിക്കേണ്ടി വരാവുന്നതായ കഷ്ടങ്ങളെക്കുറിച്ച് യേശുവിന് നല്ല ബോധ്യമായി. തീർച്ചയായിട്ടും താൻ അത് അനുഭവിക്കണം എന്നുള്ളതായ നിശ്ചയം തനിക്കുണ്ടായി. പിതാവിൻ്റെ ഇഷ്ടം അങ്ങനെയാണ് എന്ന് പിതാവ് തന്നോട് സംസാരിച്ചു. ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസിന് ഇതുപോലൊരു അനുഭവം ഉണ്ടായി. താൻ പലയിടങ്ങളിൽ എഫെസോസിലും തെസ്സലോനിക്കയിലും ഫിലിപ്പിയിലും പലയിടങ്ങളിലും താൻ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയും ഒരു ദിവസം പെട്ടെന്ന് തനിക്ക് ബോധോദയമുണ്ടായി, ജെറുസലേമിലേക്ക് പോകണം. ശിഷ്യന്മാർ വന്ന് തന്നോട് പറഞ്ഞു. തൻ്റെ കൂടെ ഉണ്ടായിരുന്നതായ സഹോദരന്മാർ തന്നെ ഓർപ്പിച്ചു. അതിൽ ചില പ്രവാചകന്മാർ തൻ്റെ മുൻപിൽ വന്ന് ചില അടയാളങ്ങളോടുകൂടെ തന്നെ ബോധിപ്പിക്കുകയുണ്ടായി. നീ ജെറുസലേമിലേക്ക് പോയാൽ ഇങ്ങനെ നിന്റെ കാലും കൈയും കെട്ടി നിന്നെ കാരാഗ്രഹത്തിലാക്കും, അറസ്റ്റ് ചെയ്യും എന്ന് തന്നെ ബോധ്യപ്പെടുത്തി. പക്ഷെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ആ കഷ്ടങ്ങളെ ഏറ്റുകൊള്ളുവാൻ തന്നെ ഏൽപ്പിക്കുവാൻ തീരുമാനിച്ചു. കാരണം എന്താണെന്നറിയാമോ? ഇന്നല്ലെങ്കിൽ നാളെ ഈ ചങ്ങല എനിക്ക് ഒഴിഞ്ഞു പോകുവാൻ കഴിയുകയില്ല. സുവിശേഷ നിമിത്തം ഞാൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങൾ ഇതാണെന്ന് പൗലോസിന് നല്ല നിശ്ചയമുണ്ടായി. ഇവിടെ വലിയൊരു സൈക്കോളജി പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? നമുക്ക് അനുഭവിക്കാൻ വരുന്നതായ ഒരു കഷ്ടം ഇന്നതാണ്, അല്ലെങ്കിൽ അറസ്റ്റാണ്, അല്ലെങ്കിൽ ഉപദ്രവമാണ് എന്നൊക്കെ നാം അറിഞ്ഞ് ആ ഇടത്തേക്ക് സ്വയമായി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കഷ്ടങ്ങളിലെല്ലാം നമുക്ക് സഹിക്കാൻ ഒരു കൃപ നമുക്ക് കിട്ടും. ഓർക്കാപ്പുറത്ത് വരുന്ന ഉപദ്രവങ്ങളുണ്ട്, നാം പ്രതീക്ഷിക്കുന്ന ഉപദ്രവങ്ങളുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ വിശ്വാസ ജീവിതത്തിൽ ധാരാളം പരീക്ഷകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്നതായി നമുക്ക് ഭവിക്കരുത്. പെട്ടെന്ന് സംഭവിക്കുന്ന അനർത്ഥമായി നമുക്ക് ഭവിക്കരുത്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞത്, എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടന്മാരാക്കുകയും ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിർത്തുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും തല വെട്ടുകയും കൈകാലിൽ വെട്ടുകയും തൂക്കിക്കൊല്ലുകയും തീ അല്ലെങ്കിൽ തിളച്ച എണ്ണയിൽ മുക്കുകയും ഏതെല്ലാം രീതിയിൽ നിങ്ങളെ ഉപദ്രവിക്കാമോ അതെല്ലാം ഉപദ്രവിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരെല്ലാം നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾക്കാരും സഹായമില്ലെന്നാകും. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുണ നിൽക്കും. എന്ത് സംസാരിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ആത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരും വിട്ടുപോയിരുന്നാലും വിട്ടുപോകാത്തതായ ഒരു ആത്മാവ് കൂടെയുണ്ട്. കർത്താവ് അതാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. എന്താണ്, എങ്ങനെയാണ് ഓരോ വിഷയങ്ങളിൽ സംസാരിക്കേണ്ടതെന്ന്
അപ്പോൾ നിങ്ങൾക്ക് അത് നൽകപ്പെടും. നേരത്തെ നൽകപ്പെടുന്നതല്ല. ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ മാത്രമേ എന്ത് പറയണമെന്നുള്ളതായ ഒരു ആലോചന ദൈവം തരികയുള്ളൂ. അതിനു മുമ്പ് തന്നിരുന്നാൽ നാം നമ്മുടേതൂടെ അതിൻ്റെ കൂടെ ചേർക്കും. അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ തരാത്തത്. ചില ആലോചനകളും ചില സന്ദേശങ്ങളുമൊക്കെ കർത്താവ് നമുക്ക് തരുന്നത് തക്ക സമയത്ത് തരുന്നതിൻ്റെ കാരണം അതാണ്. മുമ്പേ തന്നിട്ട് നമ്മളും വല്ലതുമൊക്കെ ചേർത്ത് കൂട്ടിക്കുഴച്ച് നമ്മുടേതായ ആശയം അതിൽ ആവിഷ്കരണം ചെയ്യാതിരിക്കാൻ വേണ്ടി കർത്താവ് അത് തക്ക സമയത്ത് അത് നമുക്കായി നൽകപ്പെടുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് തന്നെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ലെറ്റ് us go to Jerusalem. എല്ലാവരും തന്നെ പിന്തിരിപ്പിക്കുവാൻ നോക്കി. ശിഷ്യന്മാർ തന്നെ പിന്തിരിപ്പിക്കുവാൻ നോക്കി. ശിഷ്യന്മാർ തന്നോട് പറഞ്ഞു, ജെറുസലേം നമുക്ക് വളരെ ഉപദ്രവകരമാവും. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം നോ, അതല്ല, ജെറുസലേമിലേക്ക് തന്നെ പോകണം. എവിടെ ഉപദ്രവമോ, എവിടെ കഷ്ടമോ, എവിടെ എൻ്റെ പിതാവ് എന്നെ അയച്ചോ, എന്താണ് എനിക്ക് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതായ ഒരു നിശ്ചയം യേശുവിനും തൻ്റെ പിതാവിനും മാത്രം അറിയുന്നതായ ഒരു രഹസ്യമാണ്. അത് മനുഷ്യരുടെ മുമ്പിൽ കർത്താവ് അത് വിളമ്പിയില്ല. കർത്താവിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യം ഉണ്ടായിരുന്നു. പിതാവ് തന്നോട് ആലോചനകൾ പറഞ്ഞിരുന്നു. അവൻ്റെ സ്വർഗാരോഹണത്തിന് സമയമായപ്പോൾ, അതിന് അടുക്കാറായപ്പോൾ ജെറുസലേമിലേക്ക് പോകുവാൻ അവൻ്റെ മനസ്സിനെ ഉറപ്പിച്ചു. നമ്മുടെ കഷ്ടങ്ങൾ നമ്മൾ മുൻപിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ ഉറപ്പിക്കുന്നവരാണെങ്കിൽ മാത്രമേ സത്യം അതിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സുറപ്പ്, പ്രത്യാശ, ജീവിതത്തിൽ ഒരു ധൈര്യം ഉണ്ടാകുകയുള്ളൂ. ഇല്ല എങ്കിൽ പെട്ടെന്നൊരടി വന്നാൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു നമുക്കൊരു അനർത്ഥം വന്നാൽ, പെട്ടെന്ന് നമ്മളെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് പെട്ടെന്നായി പോയാൽ നമുക്ക് പെട്ടെന്ന് അതിനെ ചെറുത്തുന്നല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ ക്ഷിപ്ര സ്വഭാവികളായി പോകും. ചിലപ്പോൾ നമ്മുടെ മനുഷ്യ സ്വഭാവം അതിൽ വെളിപ്പെടും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വരുവാനിരിക്കുന്നതായ കഷ്ടങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നമുക്ക് വരുവാനുള്ളതായ കഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് ദൈവം ബോധ്യം തരുന്നു. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കാനുള്ളതായ സന്തോഷത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. കഷ്ടങ്ങൾ സഹിക്കുമ്പോൾ, പ്രയാസങ്ങളും പരിഹാസങ്ങളും നിന്ദകളും നാം സഹിക്കേണ്ടി വരുമ്പോൾ, അതിൻ്റെ അങ്ങേപ്പുറത്ത് നാം സഹിച്ചു ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നതായ പ്രതിഫലത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നിശ്ചയം ഇല്ലാത്തവണ്ണമല്ല ഓടുന്നത്. ഞാൻ ആകാശത്തോട് മുഷ്ടിയുദ്ധം ചെയ്യുന്നതുപോലെയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ അറിയുന്നു. ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിലേക്ക് ആയുമ്പോൾ ഒന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, അത് അവസാനം വരെയും സൂക്ഷിപ്പാൻ ശക്തനെന്നറിഞ്ഞുകൊണ്ട് എൻ്റെ ഓട്ടം ഞാൻ മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ പിൻപിലുള്ളതിനെയെല്ലാം മറന്ന് ജെറുസലേമിലേക്ക് പോകുവാൻ മനസ്സുറപ്പിക്കുന്ന ഒരു സ്വഭാവം. കഷ്ടങ്ങൾ ഏറ്റുകൊള്ളുവാൻ, ജീവിതത്തിലെ യാതനകളും പ്രയാസങ്ങളും കണ്ടുകൊണ്ട് അത് മാറ്റണമേ എന്ന് പറഞ്ഞ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയല്ല കർത്താവ് ചെയ്തത്. അതിനെ നേരിടുവാനുള്ള ഒരു മനസ്സൊരുക്കം അവൻ്റെ മനസ്സുറപ്പിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസ ജീവിതത്തിൽ കഷ്ടങ്ങളെ സഹിക്കുവാൻ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കണം. ഇന്നതാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നമുക്ക് പോസിറ്റീവായിട്ടൊന്നും ആരും നമ്മെ സഹായിക്കാൻ അവിടെ വരികയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. പക്ഷെങ്കിൽ ഒരാൾ നമ്മോടൊപ്പം കാണും, പരിശുദ്ധാത്മാവ്. കർത്താവ് തൻ്റെ ദൂതന്മാരെ നമുക്ക് മുൻപേ അയച്ചിരിക്കുക. അവൻ തൻ്റെ ദൂതന്മാരെ അവന് മുമ്പ് ജെറുസലേമിലേക്ക് അയച്ചതുപോലെ നമുക്ക് മുമ്പായി കർത്താവ് ദൂതന്മാരെ നമുക്ക് മുമ്പായി അയക്കും. ദുർഘടങ്ങളെ ഒഴിവാക്കി അനേക കണ്ണുനീരിൽ നിറഞ്ഞതായ അനുഭവങ്ങളെ നാം സന്തോഷത്തോടെ കൈക്കൊള്ളുവാനുള്ളതായ ഒരു സാഹചര്യം പരിശുദ്ധാത്മാവ് ഒരുക്കും, ദൂതന്മാരൊരുക്കും. അത് അല്പം പോലും ചിലപ്പോൾ സന്തോഷമുള്ളതായിരിക്കത്തില്ല. പക്ഷെങ്കിൽ അതിനെ ജയിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം കർത്താവ് വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ പാടുകൾ വരുമ്പോൾ അപ്രതീക്ഷിതമായി സംഭവിച്ചെന്ന് വിചാരിക്കാതിരിക്കേണ്ടതിന് നാം മനസ്സൊരുക്കമുള്ളവരായി, അതിനുവേണ്ടി പ്രതീക്ഷയോടെ സമർപ്പിക്കപ്പെട്ടവരായി യെരുശലേമിലേക്ക് പോകുവാൻ തന്റെ മനസ്സിനെ ഉറപ്പിച്ച കർത്താവിൻ്റെ പാദങ്ങളെ പിന്തുടരുവാനുള്ളതായ കൃപ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഈ നാളുകളിൽ തരട്ടെ. കഷ്ടതയുള്ള നാളുകൾ, പ്രയാസങ്ങളുള്ള നാളുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയായിരിക്കണം. അതിന് ദൈവം ധാരാളം കൃപ നമുക്ക് തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.